ഡിയർ വ്യൂയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ പാഠശാല. ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ഒരു പ്രവൃത്തി ചെയ്തതായി ഓർക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീ അവിടെ പോയതായി ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ഗോയിങ് ദെയർ? ലത അവിടെ മുമ്പ് പോയതായി ഓർക്കുന്നുണ്ട്. ലത റിമെമ്പർ ഗോയിങ് ദെയർ ബിഫോർ. റിമെമ്പർ പ്ലസ് വെർബ് പ്ലസ് ING. ചെയ്തതായി ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. നീ ഇവിടെ വന്നതായി ഞാൻ ഓർക്കുന്നില്ല. ഐ ഡോണ്ട് റിമെമ്പർ യു കമ്മിങ് ഹിയർ. ഷോപ്പ് പൂട്ടിയതായി ഞാൻ ഓർക്കുന്നുണ്ട്. ഐ റിമെമ്പർ ലോക്കിംഗ് ദ ഷോപ്പ്. ഞാൻ പണം അടച്ചതായി ഓർക്കുന്നുണ്ട്. ഐ റിമെമ്പർ പേയിങ് യു. ഇനി കടപ്പാട് ഉണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ എങ്ങനെ പറയാം എന്നും കൂടെ നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്നത് ought to, OUGHT സ്പേസ് TO, ought to എന്ന് പറയും. ought to. We ought to respect elders. എന്താണ്? മുതിർന്നവരെ ബഹുമാനിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ നമ്മളുടെ കടമയാണ് മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത്. വി ought to respect elders. പാവപ്പെട്ടവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. വി ought to help the poor. നമ്മുടെ കുട്ടികളെ വിദ്യ അഭ്യസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. വി ought to educate our children. നമ്മുടെ കുടുംബം പുലർത്തേണ്ടത് നമ്മളുടെ കടമയാണ്. വി ought to look after your family. ഇനി നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്ന് എങ്ങനെ സൂചിപ്പിക്കാം? വി ought to be thankful. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ആർക്ക് വേണ്ടി? ഇപ്പോൾ ദൈവത്തിന് വേണ്ടി എന്ന് പറയാം, സമൂഹത്തോട് നമുക്ക് പറയാം. അപ്പോൾ എല്ലാത്തിനോടും നമ്മൾ നന്ദി ഉള്ളവരായി അല്ലെങ്കിൽ ഉള്ളവരാകണം. നന്ദി ഉള്ളവരായിരിക്കേണ്ട കടപ്പാട്, ബാധ്യത നമുക്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുസരണ ഉള്ളവരാകേണ്ടതാണ്. വി ought to be obedient. ഇനി നീ അയാളെ പരിചരിക്കുവാൻ കടപ്പെട്ടവനായിരുന്നു. ഇതെപ്പോഴാണ് പറയുന്നത്? നമുക്ക് ബാധ്യതയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാതിരുന്ന വിവരം അറിഞ്ഞിട്ട് നമ്മളോട് മറ്റൊരാൾ പറയുന്നതാണ്, കഴിഞ്ഞതാണ്, അതിനുശേഷം പറയുന്നതാണ്. വി ought to have looked after him. ought to have പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വി ought to have looked after him. അയാളെ നിങ്ങൾ പരിചരിക്കാൻ കടപ്പെട്ടവനാണ്. പ്രായമായ മാതാപിതാക്കളെ നോക്കേണ്ട കടപ്പാട് ഉണ്ടായിരുന്നു, നോക്കേണ്ടതായിരുന്നു. സംഭവം കഴിഞ്ഞു, നോക്കിയില്ല, ആ വിവരം പിന്നീട് പറയുന്നതാണ്. യു ought to have looked after your aged parents. നിങ്ങൾ ആ ചടങ്ങിന് പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോകാൻ കടപ്പെട്ടവനായിരുന്നു, ഉത്തരവാദിത്വമുള്ള വ്യക്തിയായിരുന്നു നിങ്ങൾ അതിന് പോകണമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. യു ought to have gone to that function. ഇനി നമുക്കെല്ലാവർക്കും അറിയാം, അയാൾ ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം, അയാൾ അവിടെ കാണുമായിരിക്കും എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് പറയും? ഹീ മേ ബി ദെയർ. അതിനെ നമുക്ക് ഹീ ഈസ് ലൈക്ലി ടു ബി ദെയർ എന്ന് പറയാം. ഹീ മേ ബി ദെയർ എന്നുള്ളതിനെ ഹീ ഈസ് ലൈക്ലി ടു ബി ദെയർ എന്ന് പറയാം. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഹീ മേ ബി ദെയർ. അയാൾ അവിടെ ഉണ്ടാകുമായിരിക്കും, കാണുമായിരിക്കും. അയാൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമുക്ക് ചോദിക്കണം.
അപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടി മേ ഹി ബി ദയർ എന്ന് നമ്മൾ ചോദിക്കാറില്ല. അതിന് പകരമാണ് നമ്മൾ ചോദിക്കുന്നത് ഈസ് ഹീ ലൈക്ലി ടു ബി ദയർ. ഈസ് ഹീ ലൈക്ലി ടു ബി ദയർ. അയാൾ അവിടെ കാണുമായിരിക്കുമോ. സിമിലർലി ഹി മേ ബി ലേറ്റ്. അയാൾ വൈകിയേക്കാം. അതിനെ നമുക്ക് ഇങ്ങനെ പറയാം, ഹീസ് ലൈക്ലി ടു ബി ലേറ്റ് എന്ന് പറയാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം, അയാൾ വൈകിയേക്കുമോ. ഈസ് ഹീ ലൈക്ലി ടു ബി ലേറ്റ്. വൈകിയേക്കുമോ, താമസിക്കുമായിരിക്കുമോ. അവൾ അവിടെ ഉണ്ടായിരിക്കുമോ. ഈസ് ഷീ ലൈക്ലി ടു ബി ദയർ. മാനേജർ തിരക്കിലായിരിക്കുമോ. ഈസ് ദ മാനേജർ ലൈക്ലി ടു ബി ബിസി. ഓക്കെ. ഇനി അവൾ നിന്നെ സഹായിക്കാൻ സാധ്യതയില്ല. അതും നമുക്ക് ഇതേ രീതിയിൽ പറയാം, ഷീ ഈസ് നോട്ട് ലൈക്ലി ടു ഹെൽപ്പ് യു. അവൾ നിന്നെ സഹായിക്കാൻ സാധ്യതയില്ല. ഷീ ഈസ് നോട്ട് ലൈക്ലി ടു ഹെൽപ്പ് യു. മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ലൈക്ലി ടു റെയിൻ. അയാൾക്ക് ഈ മാസം പ്രമോഷൻ കിട്ടുവാൻ സാധ്യത ഉണ്ടോ, കിട്ടുമായിരിക്കുമോ. ഈസ് ഹീ ലൈക്ലി ടു ഗെറ്റ് പ്രമോഷൻ ദിസ് മന്ത്. അവർ എന്നെ തിരിച്ചറിയുമായിരിക്കുമോ. അവർ എന്നെ തിരിച്ചറിയാൻ സാധ്യത ഉണ്ടോ. ആർ ദേ ലൈക്ലി ടു റെക്കഗ്നൈസ് മീ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് യുവർ LK.